നമ്മളൊക്കെ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് ഗവൺമെന്റ് നമ്മൾ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഓർ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടോ ഓർ അത് കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുള്ളതാണ്. അവിടെയാണ് ഈ ഗവൺമെന്റ് ടെക്നോളജി റൂൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന IT റൂൾസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. IT റൂൾസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ്. സോ നമുക്കത് എന്താണെന്ന് നോക്കാം. സോ IT റൂൾസ് പറയുന്നതിന് മുമ്പായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഓർ IT ആക്ടിനെ കുറിച്ച് പറയാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വരുന്നത്. ഈ 2000 മുതൽ 2008 വരെ അതൊരു കുഴപ്പമില്ലാണ്ട് പോയിരുന്നു. പക്ഷെ 2008 ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഓൺലൈൻ സ്റ്റോറിൽ ഒരു പോണോഗ്രാഫിക് മെറ്റീരിയൽ സെൽ ചെയ്തു. അത് സെൽ ചെയ്തപ്പോൾ അത് സെൽ ചെയ്തത് കാരണം ആ സെൽ ചെയ്ത ആൾക്കെതിരെയും ആ ഓൺലൈൻ സ്റ്റോറിൻ്റെ ആൾക്കെതിരെയും കേസ് എടുത്തു. സോ ഈ ഓൺലൈൻ സ്റ്റോറിൻ്റെ ആൾ അറിയുന്നില്ല ഇത് എന്ത് കണ്ടന്റ് ആണെന്നൊന്നും അറിയുന്നില്ല. ആൾക്കൊരു യൂസർ കൊണ്ടുവന്നൊരു മെറ്റീരിയൽ കൊടുത്തു, അത് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അതിൽ ഹോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അത് ഹോസ്റ്റ് ചെയ്തു. അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇടാണെങ്കിൽ ഓർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാണെങ്കിൽ ആ പോസ്റ്റിലത്തെ ഞാൻ ചെയ്ത തെറ്റ് കാരണം ഇൻസ്റ്റഗ്രാമിന് ഓർ ഫേസ്ബുക്കിനെയും കൂടി അക്കൗണ്ടബിൾ ആയിട്ട് എടുക്കുന്ന ഒരു കേസാണത്. സോ 2008 ഇത് നടന്നേ പിന്നെ ഈ സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറീസ് എന്ന് വെച്ചാൽ ബേസിക്കലി ഈ ഒരു കണ്ടന്റ് ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം നമ്മൾക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. അങ്ങനെ ഒരു ഇന്റർമീഡിയറീസിന് പ്രൊട്ടക്ഷൻ കൊണ്ടുവരണം എന്നുള്ളൊരു സംഭവം ഉണ്ടായി. അങ്ങനെ അവർക്ക് കൊണ്ടുവന്ന പ്രൊട്ടക്ഷൻ ആണ് സെക്ഷൻ 79. സോ സെക്ഷൻ 79 ഓഫ് IT ആക്ട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ യൂസർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും ഈ കണ്ടന്റ് ഹോസ്റ്റ് ചെയ്യുന്ന ഈ ഇന്റർമീഡിയറീസ് ലീഗലി റെസ്പോൺസിബിൾ അല്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് ദേ ഫോളോ ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് ആൻഡ് റൂൾസ്. അങ്ങനെ അത് 2008 വന്നു കഴിഞ്ഞിട്ട് പിന്നെ IT റൂൾസ് 2011 വന്നിരുന്നു. ആൻഡ് 2011 ശേഷം ഇപ്പോൾ 2021 IT റൂൾസ് പിന്നെയും പുതുക്കി വരുന്നത്. ഈ IT റൂൾസ് 2021 ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഫോർ ദ ഫസ്റ്റ് ടൈം OTT പ്ലാറ്റ്ഫോംസും ഡിജിറ്റൽ ന്യൂസ് മീഡിയ പ്ലാറ്റ്ഫോംസും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇത് ഒറിജിനൽ ആക്ടിൽ അവരില്ല, പക്ഷെ റൂൾസിൽ അവരുണ്ട്. സോ അതിന്റെ ബേസിക് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ OTT പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ന്യൂസ് മീഡിയ പ്ലാറ്റ്ഫോംസിന് ഗവൺമെന്റിന് ഫുൾ കൺട്രോൾ ഉണ്ട്. അവർക്കിപ്പോൾ തോന്നുകയാണ് അത് ആ ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ഒരു കണ്ടന്റ് ആണെന്ന് വെച്ചാൽ അവർക്ക് അത് അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറയാം ഓർ അത് ഡിലീറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ന്യൂസിന്റെ ഒരു ഇമ്പോർട്ടൻസ് പോവും. ഇപ്പോൾ ന്യൂസ് ഗവൺമെന്റ് അണ്ടറിലാവുമ്പോൾ പിന്നെ നമുക്ക് എത്രത്തോളം റിയൽ ന്യൂസ് വരുന്നുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത ഈ റൂൾ വരുന്നത് സോഷ്യൽ മീഡിയാസിനാണ്. സോഷ്യൽ മീഡിയാസിന്റെ ഫസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ അവരുടെ കംപ്ലയിന്റ് സിസ്റ്റം കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കണം. അതിന് വേണ്ടിയിട്ട് അവർ 3 ഓഫീസേഴ്സിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും റെസിഡൻസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. അതിൽ ഫസ്റ്റ് ഓഫീസർ എന്ന് വെച്ചാൽ ചീഫ് കംപ്ലയിൻസ് ഓഫീസർ, ഒരു നോഡൽ കോണ്ടാക്ട് പേഴ്സൺ ആൻഡ് റെസിഡന്റ് ഗ്രീവൻസ് ഓഫീസർ. ഇതെല്ലാം ഒരു കംപ്ലയിന്റ് സിസ്റ്റം ആൻഡ് ഈ പറഞ്ഞ ഗൈഡ് ലൈൻസ് ആൻഡ് റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫീസേഴ്സാണ്. ഈ കംപ്ലയിന്റ് സിസ്റ്റം എഫക്റ്റീവ് ആക്കുക എന്നുള്ള രീതിക്ക് ഉദ്ദേശിക്കുന്ന പുതിയ റൂൾസ് പ്രകാരം ഒരു യൂസർ ഒരു കംപ്ലയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അത് അക്നോളജ് ചെയ്യാൻ വേണം, 15 ദിവസത്തിനുള്ളിൽ അത് സോൾവ് ചെയ്യാൻ വേണം എന്നാണ് പുതിയ റൂൾ പ്രകാരം അവർ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. വേറൊരു സംഭവം അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയ കണ്ടന്റ് ആണോ നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ മാത്രം പോസ്റ്റ് ചെയ്യാൻ അലോ ചെയ്യണം, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു അധികാരം. ഇവിടെ അത് കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇവരിതിൽ പറയുന്ന ഒരു കാറ്റഗറീസ് എന്ന് വെച്ചാൽ പോണോഗ്രാഫിക് കണ്ടന്റ്, ചൈൽഡ് അബ്യൂസ്, റേപ്പ് കണ്ടന്റ് ആൻഡ് ആന്റി നാഷണൽ ഫേക്ക് ന്യൂസ്. സോ എന്തൊക്കെ ആയിരിക്കും ഈ ആന്റി നാഷണൽ ഫേക്ക് ന്യൂസ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. സോ ഇതവർ പറയുന്നത് ബൈ ടെക്നോളജിക്കൽ മീൻസ് എന്ന് വെച്ചാൽ AI ഓർ സംതിങ് സിമിലർ. ഇവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രീഡം ഓഫ് സ്പീച്ചിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഒരാളൊരു ജെനുവിൻ കണ്ടന്റ് ഇടാൻ നോക്കുമ്പോഴും സപ്പോസ് ഈ സിസ്റ്റം അവർ ബ്ലോക്ക് ചെയ്യാണ്, ഇത് ഇടാൻ പറ്റില്ല എന്ന് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അത് പുറം ലോകം അറിയാത്തൊരവസ്ഥയിലേക്ക് പോകും. സോ അത് ഈ IT റൂൾസ് 2021 ഒരു മെയിൻ ഒരു പ്രശ്നമാണ്. അടുത്ത് വരുന്നത് ഈ മെസ്സേജിങ് ആപ്സിനാണ്. ഫോർ എക്സാമ്പിൾ വാട്സ്ആപ്പ്, ടെലിഗ്രാം അങ്ങനത്തെ ആപ്സിൽ അവർ പറയുന്നത് ഒറിജിനേറ്ററിനെ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഒറിജിനേറ്ററിനെ. ഫോർ എക്സാമ്പിൾ ഫേക്ക് ന്യൂസ് ഇടുമ്പോൾ അത് എവിടെ നിന്നാണോ ഒറിജിനേറ്റ് ചെയ്തത്, ആരാണോ അത് ആദ്യം ഇട്ട് ആളെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് വേണമെന്നാണ് അവർ പറയുന്നത്. ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മെസ്സേജിങ് ആപ്സ് ഒക്കെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. ഇപ്പോൾ വാട്സ്ആപ്പിന്റെ കേസിലൊക്കെ വാട്സ്ആപ്പ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. വാട്സ്ആപ്പിന് തന്നെ അറിയില്ല നമ്മൾ എന്താണ് മെസ്സേജ് ചെയ്യുന്നത്, നമ്മൾ എന്താ അയക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ ഫസ്റ്റ് ഒറിജിനേറ്ററിനെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ബേസിക്കലി എൻക്രിപ്ഷൻ എടുത്ത് കളയേണ്ടി വരും. ഈ എൻക്രിപ്ഷൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രൈവസിൻ്റെയും നമ്മുടെ സെക്യൂരിറ്റീനെയാണ്. സോ ഇതൊക്കെ കാരണമാണ് ഫെബ്രുവരി 25 അനൗൺസ് ചെയ്ത IT റൂൾസ് അവർക്ക് 3 മാസം ടൈം കൊടുത്തിരുന്നു, May 25 വരെ. ഇത്രയും ടൈം കൊടുത്തിട്ട് പോലും ഈ സോഷ്യൽ മീഡിയ കമ്പനീസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഡെഡ് ലൈൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയും ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ May 30 സോ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ കുറേ കമ്പനീസിനൊക്കെ ഈ ടൈം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ റൂൾസ് ഇനിയിപ്പോൾ ഫോളോ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഈ വീഡിയോയുടെ ബിഗിനിങ്ങിൽ പറഞ്ഞ സെക്ഷൻ 79 അത് അവർക്ക് ബേസിക്കലി ഒരു പ്രൊട്ടക്ഷനാണ്. അത് അവർക്ക് ഉണ്ടാവില്ല, അത് അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് കളയും. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗൽ കോൺസിക്വൻസസ് ഒക്കെ യൂസേഴ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കാരണം ഇവർ ലീഗൽ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും.
അതാണ് ഈ റൂൾ ഫോളോ ചെയ്തില്ലെങ്കിലുള്ള കോൺസിക്വൻസ്. ഇനി ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5 മില്യൺ or 50 ലക്ഷത്തിന് മുകളിൽ യൂസർ ബേസ് ഉള്ള പ്ലാറ്റ്ഫോംസ് ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതിലിപ്പോൾ വാട്സാപ്പിന് 39 കോടി യൂസേഴ്സ് ഉണ്ട്, 390 മില്യൺ യൂസേഴ്സ് ഉണ്ട്. ഫേസ്ബുക്കിന് 320 മില്യൺ or 32 കോടി യൂസേഴ്സ് ഉണ്ട്. അവരുടെ ഗ്ലോബലി ഏറ്റവും വലിയ യൂസർ ബേസ് ഉള്ളത് ഇന്ത്യയിലാണ്. ആൻഡ് ട്വിറ്ററിന് 17.5 മില്യൺ or 1.7 crores അവർക്ക് യൂസേഴ്സ് ഇവിടെ ഉണ്ട്. ഇത് സോഫാർ കംപ്ലൈ ചെയ്തിട്ടുള്ളത് ഒരു ഇന്ത്യൻ ട്വിറ്റർ പോലത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, കൂ എന്ന് പറഞ്ഞിട്ട്. അവർക്ക് 60 lakh യൂസേഴ്സ് ആണുള്ളത്. അവർ മാത്രമേ ഇപ്പോൾ ഈ റൂൾസിന് കംപ്ലൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഒരു പ്രോസസ്സിലാണ്. ഫേസ്ബുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലൈ ചെയ്യാമെന്നാണ്. വാട്സപ്പ് ആണെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ട്വിറ്റർ ഇതുവരെ ഒരു കമന്റ് ഉണ്ടാക്കിയിട്ടില്ല അതിന്റെ പേരിൽ. സോ ഇതാണ് ബേസിക്കലി ഈ ആപ്സ് ഒക്കെ ബാൻ ചെയ്യാൻ പോവാണ്, IT റൂൾസ് പുതിയത് വന്നിട്ടുണ്ട് എന്നൊക്കെ ന്യൂസിന്റെ ഒരു എക്സ്പ്ലനേഷൻ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക താഴെ. ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.